ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എം കോഡിംഗ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിയാക്ട് പ്രോജക്റ്റ് ആണ്. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ കഴിഞ്ഞ വീഡിയോസ് ഞാൻ റിയാക്ടിന്റെ ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ പ്ലേലിസ്റ്റ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് അതിൽ ചെക്ക് ചെയ്യാം. സോ അതിൽ റിയാക്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോക്കാറുണ്ട്. പക്ഷെ അതിനു മുന്നേ ഒരു ചെറിയൊരു സിമ്പിൾ റിയാക്ട് പ്രോജക്റ്റ് നമുക്ക് ഇതിനകത്ത് നോക്കാം. ഒരു ഗെയിമിംഗ് പ്രോജക്റ്റ് ആണ്. ടിക് ടാക് ടോ എന്ന് പറഞ്ഞൊരു ഗെയിം എന്ന് പറയുന്ന ആ ഗെയിം നമുക്ക് എങ്ങനെ റിയാക്ട് വഴി യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇതാണ് എൻ്റെ പ്രോജക്റ്റ് സ്ട്രക്ചർ. സോ ഈ പ്രോജക്റ്റിന്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. സോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഈ കോഡ് ഫോളോ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഈ പ്രോജക്റ്റ് സ്ട്രക്ചറിനകത്ത് നമ്മളിവിടെ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമുക്ക് നോഡ് മൊഡ്യൂൾസ് ഇൻസ്റ്റാൾ ചെയ്യണം. സോ ആദ്യം നമ്മൾ നോഡ് മൊഡ്യൂൾസ് ഇൻസ്റ്റാൾ ചെയ്യാം. npm സ്പേസ് ഐ എന്ന് പറയുന്നത് നോട്ട് പാക്കേജ് മാനേജർ ഇൻസ്റ്റാൾ എന്നാണ്. ഓക്കെ, സോ അത് നമുക്ക് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യണം. സോ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ആപ്പ് ഡോട്ട് ജെക്സ് ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു കോമ്പോണന്റ്. ഇതിനകത്ത് ഹെഡർ ഉണ്ട്. ഓക്കെ, സോ ഈ ഹെഡർ വേണമെങ്കിൽ ഹെഡർ എന്ന് പറയുന്ന കസ്റ്റം കോമ്പോണന്റ് ഉണ്ടാക്കാം. പക്ഷെ ഹെഡർ എന്ന് പറയുന്നത് നമുക്ക് ആകെ ഈ ഒരു ഹെഡറും പിന്നെ H1 അത് മാത്രമേ കാണത്തുള്ളൂ. നമ്മൾ അത് കൂടുതലും മറ്റേ നാവിഗേഷൻ ബാറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കത്തില്ല. ഹെഡറിനകത്ത് ജസ്റ്റ് H1 ടാഗും പിന്നെ ഒരു ഇമേജ് ടാഗും മാത്രമേ ഉള്ളൂ. സോ നമുക്ക് ഇത് വേണമെങ്കിൽ ആപ്പ് ഡോട്ട് JSXനകത്ത് കിടന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഈ ഹെഡർ ഇത്രയും പോർഷൻ കട്ട് ചെയ്തിട്ട് നമുക്ക് index.jsx അല്ല index.html നമ്മൾ ഈ div id ഈക്വൽ ടു റൂട്ട്. സോ ഈ റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ കോമ്പോണൻസ് എല്ലാം ഇതിനകത്താണ് വരുന്നത്, ഈ ഡിവിനകത്താണ് വരുന്നത്. സോ അതിന് തൊട്ട് മേളിൽ ഞാനിവിടെ ഹെഡർ കൊണ്ട് ഇടാം. ഓക്കെ, അപ്പൊ ഹെഡറിനകത്ത് വരുന്നത് നമുക്ക് img ടാഗ്. ഓക്കെ, അതിലെ src എന്ന് പറയുന്നത് പബ്ലിക്. നമ്മൾ bgp സ്ലാഷ് കഴിഞ്ഞിട്ട് പബ്ലിക് ഫോൾഡർ ആയതുകൊണ്ട് നമുക്ക് പബ്ലിക് ഫോൾഡറിനകത്ത് കിട്ടും. നമ്മൾ പബ്ലിക് സ്ലാഷ് കഴിഞ്ഞാലും നമുക്ക് ഈ പാറ്റേൺ നമുക്ക് കൊടുക്കാനും പറ്റും. അതായത് നമുക്ക് ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഡിഫറെന്റ് നമുക്ക് ഇമേജസ് ഉണ്ട്. സോ ആ ഇമേജസ് നമുക്ക് ഇവിടെ കൊണ്ടുവരണം. സോ ഇമേജ് ടാഗ്, അതുപോലെ തന്നെ നമുക്കിവിടെ ആൾട്ട് ലേബിൾ കൊടുക്കാം. ഓക്കെ, സോ ഇത്രയും നമ്മൾ സേവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ എന്താ കാണുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് റൺ ചെയ്യണം. സോ ഈ റൺ ചെയ്യാനായിട്ട് നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, നമ്മളിവിടെ പാക്കേജ് ഡോട്ട് ജേസണിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ npm കഴിഞ്ഞിട്ട് ഇവിടെ സ്ക്രിപ്റ്റ്സ് ഉണ്ട്. ഓക്കെ, npm സ്പേസ് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ഇവിടെ റൺ സ്ക്രിപ്റ്റ് കൊടുക്കണം. റൺ സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഡെവ് ആണ് വേണ്ടത്. ഡെവ് നമുക്ക് ബിൽഡ് ഉണ്ട്, ലിൻഡ് ഉണ്ട്, പ്രിവ്യൂ ഉണ്ട്. സോ നമുക്ക് ലോക്കലിൽ റൺ ചെയ്യണമെങ്കിൽ നമ്മൾ ഡെവ് കൊടുത്താൽ മതി. ഓക്കെ, സോ ലോക്കൽ ഹോസ്റ്റ് 5173 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ടിക് ടാക് ടോ യൂസിങ് റിയാക്ട് എന്ന് പറഞ്ഞു. സോ രണ്ടെണ്ണമാണ് വന്നിരിക്കുന്നത്. ഞാനിവിടെ റിട്ടേണിന്റെ അവിടെ ഞാനിവിടെ ഒരു സാധാ ഒരു ഫ്രാഗ്മെന്റ് ഞാനിവിടെ യൂസ് ചെയ്യാം. ഫ്രാഗ്മെന്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ ടിക് ടാക് ടോ യൂസിങ് റിയാക്ട് വേണമെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് മാറ്റാം. അതുപോലെ ഞാൻ ഇമേജ് ഇവിടെ BG ബാറ്റേണിന് പകരം ഞാനിവിടെ ഗെയിം ലോഗോ വേണമെങ്കിൽ ഇടുക. ഓക്കെ, ഗെയിം ലോഗോ ഡോട്ട് png. ടിക് ടാക് ടോ എന്ന് പറയുന്നത് നമുക്കിവിടെ
കട്ട് ചെയ്താൽ നമുക്കിങ്ങനെ ഒരു സിമ്പിൾ ഹെഡർ നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇതിന്റെ തൊട്ട് താഴെ ആയിരിക്കും നമ്മുടെ div ഉള്ളത്. ഓക്കെ, സോ ഹെഡറിനകത്ത് നമുക്ക് ഇമേജ് ടാഗും പിന്നെ h1 ടാഗ് മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് നമുക്ക് കസ്റ്റം കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ഈ ഹെഡർ ടാഗ് നമുക്ക് വേണമെങ്കിൽ index.html കൊണ്ട് റൂട്ടിന് മേളിൽ നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഇനി അടുത്തത് നമുക്ക് എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ app.jsxനകത്താണ് നമുക്ക് ഇനി ചെയ്യേണ്ടത്. അപ്പൊ റിട്ടേണിനകത്ത് നമുക്ക് ഇതിനകത്ത് വേണ്ടത് എന്താന്ന് പറഞ്ഞാല് നമുക്ക് നമുക്ക് പ്ലേയേഴ്സ് വേണം. അതായത് ടിക് ടാക് ടോക്കില് 2 പ്ലേയേഴ്സ് മാത്രമേ പറ്റത്തുള്ളൂ. സോ പ്ലേയേഴ്സ് വേണം. അതിന്റെ തൊട്ട് താഴെ നമുക്ക് എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ ഗെയിം ബോർഡ്. ഓക്കെ, ഗെയിം ബോർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗെയിം കളിക്കാൻ, അതായത് ക്രോസും ഒക്കെ കളിക്കുന്ന ഒരു ഗെയിം ബോർഡ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം. അതിന്റെ തൊട്ട് താഴെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് വേണ്ടത് ലോഗാണ്. അതായത് ഒരു പ്ലെയർ ഏത് പോർഷനിലാണ് ക്ലിക്ക് ചെയ്ത് അത് താഴെ ലോഗ് ചെയ്ത് കാണിക്കണം. ഓക്കെ, അപ്പൊ അതാണ് വേണ്ടത്. സോ ആദ്യം നമുക്ക് വേണ്ടത് പ്ലെയേഴ്സ് ആണ്. സോ പ്ലെയേഴ്സിന് വേണ്ടി ഞാനിവിടെ നമുക്ക് മെയിൻ ആയിട്ട് ഒരു കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ എന്ന് പറയുന്നത് താഴെ /me. ഓക്കെ, സോ മെയിന് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ഒരു div വേണം. /div. ഇതിനകത്ത് നമുക്ക് വരുന്നത് ID എന്ന് പറയുന്നത്, നമുക്ക് IDക്കകത്ത് മറ്റേ index.cssനകത്തോട്ട് പോയാൽ നമുക്ക് ഇതിനകത്ത് കാണാം കുറെ സ്റ്റൈലിംഗ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് വേണ്ടത് ഗെയിം കണ്ടെയ്നർ ആണ്. ഓക്കെ, അതായത് ഗെയിം കണ്ടെയ്നറിനകത്താണ് നമ്മുടെ ഈ പ്ലെയേഴ്സും നമ്മുടെ ഈ ബോർഡൊക്കെ വരുന്നത് അതിനകത്ത്. ഓക്കെ, ഇത് ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്കിവിടെ ഓർഡർ ലിസ്റ്റ്. ഓക്കെ, നമുക്കിവിടെ ഓർഡർ ലിസ്റ്റ് കൊടുക്കാം. ഓർഡർ ലിസ്റ്റ്. ഓർഡർ ലിസ്റ്റിനകത്ത് നമ്മുടെ വരുന്നത് പ്ലെയേഴ്സ് ആണ്. ID ഈക്വൽ ടു പ്ലെയേഴ്സ്. അതിനകത്ത് വരുന്നത് LI. സോ LIനകത്ത് 2 LI വരും. അതായത് 2 പ്ലെയേഴ്സ് ആണ്. സോ 2 പ്ലെയേഴ്സിന് 2 ഇതായിട്ട്. അപ്പൊ അതിനകത്ത് സ്പാന് നമ്മൾ കൊടുക്കുന്നത് ഇവിടെയും സ്പാനിനകത്ത്. ഇപ്പൊ സ്പാനിനകത്ത് നമുക്കൊരു ക്ലാസ് നെയിം ഉണ്ട്. ക്ലാസ് നെയിം ഈക്വൽ ടു ഇവിടെ നമ്മൾ index.csനകത്ത് നോക്കിയാൽ നമുക്ക് പ്ലെയർ നെയിം വേണം, അതുപോലെ തന്നെ സിമ്പലും വേണം. ഓക്കെ, സോ പ്ലെയർ നെയിം ഇതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, പ്ലെയർ നെയിം ഉണ്ട്. അടുത്ത് നമ്മൾ ഇവിടെ കൊടുക്കുക. ഓക്കെ, പ്ലെയർ നെയിമിന്റെ പേര് എന്തെങ്കിലും കൊടുക്കാം, പ്ലെയർ 1. അതുപോലെ അടുത്തൊരു പ്ലെയർ സിമ്പിൾ കൊടുക്കാം. ഓക്കെ, സോ നമ്മളെ CSSനകത്ത് തൊട്ട് നോക്കിയാൽ നമുക്ക് ഗെയിം ബോർഡ് ഉണ്ട്. ഗെയിം ബോർഡ് നമുക്ക് പ്ലെയർ സിമ്പിൾ എന്ന് പറയുന്ന ഒന്നുണ്ട്. പ്ലെയർ സിമ്പിൾ. ഓക്കെ, പ്ലെയർ സിമ്പിൾ നമുക്ക് ഇവിടെ ഉണ്ട്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നമ്മളിവിടെ കട്ട് ചെയ്തിട്ട് നമ്മളിവിടെ എക്സ് എന്ന് പറഞ്ഞിടും. ഓക്കെ, സോ പ്ലെയർ 1ന്റെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ഇതേ സെയിം തന്നെ ഞാൻ എന്ത് ചെയ്യും? ഇതിവിടെ കോപ്പി ചെയ്യാം.
ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് പ്ലെയർ നെയിം തന്നെ ഇവിടെ പ്ലെയർ 2 ആയിരിക്കും. ഇവിടെ സോ ഇതാണ് നമ്മുടെ പ്ലെയേഴ്സിന്റെ ഓർഡർ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ തൊട്ട് താഴെയാണ് നമുക്ക് വേണ്ടത് ഗെയിം ബോർഡ്. ഓക്കെ, സോ നമ്മൾ പ്ലെയേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് പ്ലെയർ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഗെയിം കണ്ടെയ്നറിന്റെ ക്ലാസ് ഇവിടെ സ്റ്റൈൽ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ പ്ലെയർ 1ന്റെ സിമ്പിൾ എന്ന് എക്സ്, പ്ലെയർ 2 എന്ന് പറയുന്നത് ഓ. ഓക്കെ, അപ്പൊ നമ്മൾ പ്ലെയറിന്റെ ഇത്ര വരെ ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് വേണ്ടത് ഗെയിം ബോർഡാണ്. സോ നമ്മളിവിടെ എന്താണ് ചെയ്തതെന്ന് പറഞ്ഞാല് നമ്മള് ഹെഡറിനെ നമ്മൾ പിടിച്ച് നമ്മൾ ഇൻഡെക്സ് ഡോട്ട് HTML-നകത്തോട്ട് കൊണ്ടിട്ട് ഓക്കെ, അപ്പൊ നമ്മുടെ റൂട്ടിനകത്ത്, അതായത് നമ്മുടെ മെയിൻ കോമ്പോണൻസ് എല്ലാം വരുന്നത് ഈ റൂട്ടിനകത്താണ്. സോ ഈ റൂട്ടിനകത്ത് നമ്മൾ ഇത്രയും കണ്ടീഷൻ ചെയ്ത്, അതായത് മെയിൻ ടാഗിനകത്താണ് വേണ്ടത്. സോ കാരണം ഇവിടെ റിട്ടേൺ ചെയ്യുന്നത് ഒരൊറ്റ എലിമെന്റ് ആണ്. സോ ഈ പാരന്റ് എലിമെന്റ് എന്ന് പറഞ്ഞാൽ മെയിൻ ആണ്. അതിനകത്ത് ഒരു ഡിവ് എന്ന് പറയുന്ന ഒരു ഗെയിം കണ്ടെയ്നർ ആണ്. ഓക്കെ, സോ ഇതൊരു ഗെയിം കണ്ടെയ്നറാണ്. ഓക്കെ, ആ ഗെയിം കണ്ടെയ്നറിനകത്ത് പ്ലെയേഴ്സും കാണും, അതുപോലെ തന്നെ അടുത്ത ഗെയിം ബോർഡ് ആയിരിക്കും. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് ഗെയിം ബോർഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. സോ ഇതാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ. സോ ഇത് നിങ്ങൾ പ്രോജക്റ്റ് ഡൗൺലോഡ് ചെയ്ത് ഇതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ അടുത്ത വീഡിയോയിൽ നമുക്ക് ഗെയിം ബോർഡും അതുപോലെ തന്നെ ലോഗ് റൈറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം.